കോൺഗ്രസിന്റെ വയനാട് ഫണ്ട് മുക്കലുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊഴുത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ മറ്റൊരാൾ അതിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ലാത്തത് നമ്മുടെ മാരാറെ അഖിൽ മാരാർ ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 പൈസ കൊടുക്കരുത്, ഞാൻ സ്വന്തം നിലയ്ക്ക് 3 വീട് വെച്ചു കൊടുക്കും. ഒരു വർഷമായി. വീടായോ മാരാറെ? ഒന്നും മിണ്ടുന്നില്ല. കുട്ടിയുടെ മിണ്ടാട്ടം ഒന്നും കേൾക്കാനുമില്ല. ഈ അടുത്ത ദിവസം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് സംഘികൾ ഏറിൽ കയറ്റിയതിനു ശേഷം വലിയ അനക്കോ ആവിയൊന്നുമില്ല. എവിടെയൊക്കെ കൂടി പമ്മി നടപ്പുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയാണല്ലോ പലപ്പോഴും ഇദ്ദേഹം വലിയ പ്രചരണം നടത്താറുള്ളത്. ഒരു അടിമുടി സംഘിയായിട്ടുള്ള വ്യക്തിക്ക് ഇപ്പോൾ നിൽക്കുന്ന പ്രൊഫഷനിൽ ഒന്ന് മതേതരനായി നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കോൺഗ്രസ്സുകാരനാകണം. അങ്ങനെ കോൺഗ്രസ്സുകാരനായി നിന്നുകൊണ്ട് അദ്ദേഹം അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ സംഘികളുടെ സ്ക്രിപ്റ്റ് വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തിയതിനു ശേഷം 3 വീടുകൾ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് മാധ്യമങ്ങൾ കൊടുത്ത ഒരു കാർഡാണ് നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഇത് പ്രഖ്യാപിച്ചത്. ജൂലൈ 30-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 2-3 ദിവസത്തിനിടയിലാണ് ദുരിതാശ്വാസ നിധിയിൽ ആരും പണം കൊടുക്കരുത്, അത് തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, ഞാൻ കൊടുക്കും.